വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്മാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാവേ. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് എടുക്കുന്നത്. റവ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ആ വറുത്ത് വെച്ചത് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ ഒരു സെയിം പാനിനകത്തേക്ക് തന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള പപ്പടം കൂടെ ഒന്ന് വറുത്ത് കോരുവാണ്. അതാകുമ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം എണ്ണ ഒഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ അതും ആവശ്യത്തിനുള്ളത് വറുത്ത് കോരിയതിന് ശേഷം അതിനകത്തേക്ക് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കരുത്, സൺഫ്ലവർ ഓയിലാണ്. അതിനുശേഷം കടുകിട്ട് കൊടുക്കുക, ഉഴുന്നിട്ട് കൊടുക്കുക. അത് രണ്ടും ഏകദേശം ഒന്ന് പൊട്ടി മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവോള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചിയാണ്. അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വാകുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് കറക്റ്റ് 1.5 കപ്പ് തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം, ആ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള റവ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതെല്ലാ ഭാഗത്തേക്കും ആ വെള്ളത്തിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കൂടെ ചെയ്യാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു വെയിറ്റിംഗ് ടൈം കഴിഞ്ഞ സമയത്ത് നമുക്കിതിനകത്തേക്കൊന്ന് തുറന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമല്ലോ. ആ ഒരു നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.